അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ്. അഖീദക്ക് 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പാദവാർഷിക പരീക്ഷയ്ക്ക്. ഒന്ന് അല്ലാഹു മൗജൂദുൻ എന്നുള്ള പാഠം, രണ്ടാമത്തേത് അല്ലാഹു അഹദുൻ, അല്ലാഹു ഖാദിറുൻ, അല്ലാഹു മുനസ്സഹുൻ എന്നീ 4 പാഠങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 പാഠങ്ങളിലുമായി അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിന് 2 തരം സിഫത്തുകളാണുള്ളത്. ഒന്ന് വാജിബായ സിഫത്തുകൾ, പിന്നെ മുസ്തഹീലായ സിഫത്തുകൾ, പിന്നെ ജായിസായ ഒരു സിഫത്ത്. ഇവിടെ ഈ 4 പാഠങ്ങളിലായിട്ട് നമ്മൾ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഒരു റിവിഷനാണ് ഇതിൽ നാം ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. പാഠം 1, അല്ലാഹു മൗജൂദുൻ. അല്ലാഹു മൗജൂദുൻ. മൗജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അല്ലാഹു എന്നെന്നും ഉള്ളവനാണ്. അവന് തുടക്കവും അവസാനവുമില്ല. അവനെ പോലെ ആരുമില്ല. അവന് തുല്യമായ ഒരു വസ്തുവുമില്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇവയെല്ലാം അല്ലാഹുവിന്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാകുന്നു. അവ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അപ്പൊ വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സിഫത്തുകൾ, അതിനാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുക. ആ വാജിബായ സിഫത്തുകളിൽ ചില എണ്ണങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് താഴെ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് വുജൂദ്. എന്താണ് വുജൂദ് എന്ന് പറഞ്ഞാൽ? ഉള്ളവനായിരിക്കൽ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഉള്ളവനാണ്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ അള്ളാഹു ഇല്ലാത്തവനാണ് എന്ന് പറയാൻ പാടില്ല. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ. അള്ളാഹു തആലാന്റെ ഒരു വാജിബായ സിഫത്താണ് അവൻ ഉള്ളവനായിരിക്കൽ. ഉള്ളവനായിരിക്കൽ എന്നുള്ളത്, വുജൂദ് എന്നുള്ളത്. രണ്ടാമത്തത് ഖിദം, തുടക്കമില്ലാതിരിക്കൽ. എന്ന് മുതലാണ് അള്ളാഹു ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. തുടക്കം ഇല്ലാതിരിക്കൽ അത് അള്ളാഹുവിന്റെ ഒരു വാജിബായ സിഫത്താണ്. അപ്പൊ വുജൂദ്, ഖിദം. ഇനിയോ ബഖാ. ഈ വാജിബായ സിഫത്തുകൾ, ഈ അറബിയും അതിന്റെ അർത്ഥവും വിദ്യാർത്ഥികൾ പഠിക്കണം. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ, ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതിരിക്കൽ. ഇപ്പൊ നമുക്കൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇന്ന ദിവസമാണ് ഞാൻ ജനിച്ചത് എന്നുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു തുടക്കം ഇല്ലാത്തവനാണ്, ഖിദം ആണ്. അടുത്തത് ബഖാ, അന്ത്യമില്ലാതിരിക്കൽ. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അള്ളാഹുവിന് മരണമില്ലല്ലോ, അതാണ് അന്ത്യമില്ലാതിരിക്കൽ. അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. ഇനിയോ മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളെ പോലെയുമല്ല അള്ളാഹു. എല്ലാ സൃഷ്ടികളും അത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പോൾ എല്ലാ സൃഷ്ടികളിൽ നിന്നും എതിരായവനാണ് അള്ളാഹു. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെ പോലെയുമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് അള്ളാഹു എങ്ങനെ എന്ന് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മളെ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ ചിന്തിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെ പോലെയുമല്ല. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, അള്ളാഹു എങ്ങനെയെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിന്റെ രൂപമോ അതൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയൂല. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഒന്ന് പോലെയുമല്ല. ഇനിയോ ഖിയാമുൻ ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ എന്ന് വെച്ചാൽ അള്ളാഹു തആല ഒരാളെയും ഒരാവശ്യത്തിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം അള്ളാഹുവിനെ സംബന്ധിച്ചില്ല. ഖിയാമുൻ ബിൻ നഫ്സാണ്, സ്വയം നിലനിൽക്കൽ അള്ളാഹുവിന്റെ ഒരു വാജിബായ സിഫത്താണ്. അപ്പൊ ഈ 5 സിഫത്തുകൾ വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമുൻ ബിൻ നഫ്സ്, ഈ 5 വാജിബായ സിഫത്തുകളാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത്. അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളും എന്ന് വെച്ചാൽ ഉണ്ടാവൽ അനിവാര്യമായത്. അതുപോലെ 20 മുസ്തഹീലായ സിഫത്തുകൾ. ഈ വാജിബായ സിഫത്തുകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹീലായ സിഫത്തുകൾ. അത് നമ്മൾ 4ാമത്തെ പാഠത്തിൽ പറയും. ഒരു ജായിസായ സിഫത്തും. അങ്ങനെ ടോട്ടൽ 41 സിഫത്തുകളാണ് അള്ളാഹുവിന് ഉള്ളത്. ഉത്തരം എഴുതാം. അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങൾ എഴുതുക. നമ്മളിപ്പോ പറഞ്ഞത് വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമുൻ ബിൻ നഫ്സ്. പിന്നെയോ യോജിച്ചത് എടുത്തെഴുതാം. തുടക്കമില്ലാതിരിക്കൽ ഇതിൽ നിന്ന് ഏതാണ് യോജിച്ചത്? ഖിദം എന്നുള്ളതാണ്.
തുടക്കമില്ലാതിരിക്കൽ. ഇനി അടുത്തത് ഉള്ളവനായിരിക്കൽ. ഉള്ളവനായിരിക്കൽ എന്നുള്ളത് വുജൂദാണ്. ഇനി സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ മുഖാലഫത്തുൽ ഹവാദിസ് ആണ്. മുഖാലഫത്തുൽ ഹവാദിസ്. ഇനിയോ അന്ത്യമില്ലാതിരിക്കൽ. അന്ത്യമില്ലാതിരിക്കൽ ഏതാണ്? ബഖാ എന്ന് വെച്ചാൽ എന്നെന്നും നിലനിൽക്കുന്നവനാണ് അല്ലാഹു. ഇനിയോ സ്വയം നിലനിൽക്കൽ ഖിയാമുൻ ബിൻ നഫ്സ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്രാക്കറ്റിൽ ആൻസർ തന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ഇനി അടുത്തത് എണ്ണം എഴുതാം. വാജിബായ സിഫത്തുകൾ എത്രയാ? 20 സിഫത്തുകളാണ് വാജിബായ സിഫത്ത്. മുസ്തഹീലായ സിഫത്തും 20 തന്നെയാണ്. ജായിസായ സിഫത്ത് 1. അങ്ങനെ ടോട്ടൽ 41 സിഫത്തുകളാണ് അള്ളാഹുവിനിക്ക് ഉള്ളത്. ഇതാണ് ഒന്നാമത്തെ പാഠം. ഇനി രണ്ടാമത്തെ പാഠം അല്ലാഹു അഹദ്. അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു അഹദ് എന്നുള്ളതാണ് അടുത്ത പാഠം. അള്ളാഹുവിന് അനിവാര്യമായ 5 വിശേഷണങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ, അത് ഓർമ്മ ഉണ്ടാവണം. അവന് ഉണ്ടാവൽ നിർബന്ധമായ 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. ടോട്ടൽ 20 വാജിബായ സിഫത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തെ പാഠത്തിൽ വെറും 5 പഠിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് 8 സിഫത്തുകൾ ഇവിടെ പറയാണ്. ഏതൊക്കെയാണ്? ഒന്ന് വഹദാനിയത്ത്. വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വം. അല്ലാഹു തആല ഒരുവനല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? അല്ലാഹു ഒരുവനാണ്. അല്ലാഹു വഹദാനാണ്. വഹദാനിയത്ത് ഏകത്വം. രണ്ടല്ല, വഹദാനിയത്താണ്. അല്ലാഹു തആല ഏകനാണ്. ഇനിയോ ഇറാദത്ത്. അല്ലാഹു തആല ഉദ്ദേശിക്കൽ, ഇറാദത്ത്. ഹയാത്ത് ജീവിച്ചിരിക്കൽ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നർത്ഥം. ബസർ കാഴ്ച. ബസർ കാഴ്ച, അല്ലാഹു തആല എല്ലാം കാണുന്നവനാണ്. അതുപോലെ ഖുദ്റത്ത് കഴിവ്, എല്ലാ കഴിവും ഉള്ളവനാണ്. ഇൽമ് അറിവ്, എല്ലാ അറിവും ഉള്ളവനാണ്. സമഅ് എല്ലാ കേൾവിയും ഉള്ളവനാണ്. കലാം സംസാരം. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ വാജിബായ, അള്ളാഹുവിനിക്ക് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകളാണ്. അപ്പൊ ഈ വാജിബായ സിഫത്തുകൾ, ഈ മുസ്തഹിലായ സിഫത്തുകളൊക്കെ നമ്മൾ അറിയണം, നമ്മൾ വിശ്വസിക്കണം. ഇതിനെതിരായിട്ട് പറയലാണ് ഏത്? നമ്മൾ നിരീശ്വരവാദം, യുക്തിവാദം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതെല്ലാം ഇതിനെതിരായി പറയലാണ്. എന്നുവെച്ചാൽ അള്ളാഹു ഇല്ല, ദൈവമില്ല എന്നൊക്കെ പറയൽ അതൊരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അപ്പൊ ഈ സിഫത്തുകളൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവൽ നിർബന്ധമാണ്. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കും ഉണ്ട്. എന്നാൽ നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. ഇപ്പൊ ബസർ നമുക്കില്ലേ? കാഴ്ച നമുക്കില്ലേ? അതുപോലെ ഇൽമ നമുക്കില്ലേ? കേൾവി നമുക്കില്ലേ? കലാമ് നമുക്കില്ലേ? ഹയാത്ത് നമുക്കില്ലേ? ഇറാദത്ത് നമുക്കില്ലേ? എന്നാൽ നമ്മുടെ ഈ കഴിവുകൾക്കൊക്കെ എന്തുണ്ട്? പരിമിതികളുണ്ട്. അള്ളാഹുവിൻ്റെത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. നമുക്കുള്ള കഴിവുകൾ അതിനൊക്കെ എന്തുണ്ട്? പരിമിതിയുണ്ട്. നമുക്കുള്ള കഴിവുകൾ തന്നെ ആര് തന്നതാണ്? അള്ളാഹു താല തന്നതാണ്. അപ്പോ മനുഷ്യരായ നമ്മുടെയൊക്കെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. പക്ഷെ അള്ളാഹു താലാന്റെ ഈ കഴിവ് അത് എല്ലാ നിലക്കും സമ്പൂർണമാണ്. അതുപോലെ സ്വന്തമായി ഉള്ളതുമാണ്. അള്ളാഹു താലാക്ക് ഒരു വിഷയത്തിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല. അപ്പൊ എല്ലാ നിലക്കും പെർഫെക്റ്റ് ആണ് എന്നർത്ഥം. ഉത്തരം എഴുതാം. അള്ളാഹുവിന്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്നും 3 എഴുതുക. ഇവിടെ വഹദാനിയത്ത്, ഇറാദത്ത്, ഹയാത്ത്, ഇഷ്ടമുള്ള 3 എഴുതാം. നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കേൾവിക്ക് എന്തില്ല? ഒരു പരിധിയുമില്ല. മനസ്സിലായോ? നമുക്കിപ്പോ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ശബ്ദങ്ങൾ മാത്രമേ ഒക്കെ കേൾക്കാൻ കഴിയുള്ളൂ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച അങ്ങനെയല്ല. അള്ളാഹുവിന്റെ കേൾവി അത് സമ്പൂർണമാണ്, ഒരു പരിധിയുമില്ല. ഇനി അർത്ഥം എഴുതാം. സംഅ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾവി. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. അപ്പോൾ ഈ വാക്കർത്ഥങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അടുത്തത് താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് തന്നിട്ടുണ്ട്. കഴിവില്ലായ്മ, ഉദ്ദേശമില്ലാതിരിക്കൽ, ഒന്നിലധികമാകൽ, അറിവില്ലായ്മ, മരണം, കേൾവില്ലായ്മ, കാഴ്ചയില്ലായ്മ, സംസാരമില്ലായ്മ. അപ്പൊ അതിന് ഈ അറബി നമുക്ക് എന്ത് ചെയ്യണം? ഈ അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവണം. അതിന്റെ അർത്ഥവും കൂടെ അറിയണം. എന്നാലും നമുക്ക് ഇതിന്റെ വിപരീതം എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അറിവില്ലായ്മയാണ്. രണ്ടാമത്തത് ഇവിടെ സംഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവിയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കേൾവിയില്ലായ്മയാണ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവാണ്. അതിന്റെ ഓപ്പോസിറ്റ് കഴിവില്ലായ്മയാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. അതിന്റെ ഓപ്പോസിറ്റ് സംസാരമില്ലായ്മയാണ്. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കാഴ്ചയില്ലായ്മ. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കലാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? മരണമാണ്. ഇനി അടുത്തത് ഇറാദത്ത്. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കൽ. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഉദ്ദേശമില്ലാതിരിക്കലാണ്. പിന്നെ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വമാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഒന്നിലധികം ആവലാണ്.
അപ്പോൾ ഈ രൂപത്തിൽ ഇതിന്റെ വിപരീതം അറിയണമെങ്കിൽ അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം ഫസ്റ്റ് പഠിക്കണം. ഇനിയോ ഉസ്താദിന്റെ സഹായത്തോടെ എഴുതാം. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കുന്നു. ഇനിയോ അള്ളാഹു സമദ്, അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ് എന്നുള്ളത് ഏതിനെ സൂചിപ്പിക്കുന്നു? അള്ളാഹു തആല ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. ഖിയാമുൻ ബിൻ നഫ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഖിയാമുൻ ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ. പിന്നെയോ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ഒരാളെ പോലെയുമല്ല, ഒരാളോടും എന്തല്ല, ഒരാളെ പോലെയുമല്ല. അപ്പൊ മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം അല്ലാഹു ഖാദിറുൻ. അല്ലാഹു ഖാദിറുൻ എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠം. അല്ലാഹു ഖാദിറുൻ, ഖാദിറുൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളവൻ എന്നാണ്. അപ്പോൾ ഈ പാഠത്തിലും ഇനി ബാക്കി സിഫത്തുകളാണ് പറയുന്നത്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവന് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ്. അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. നമ്മൾ പറയാറില്ലേ, ഒരു ചെറിയ എന്താ പറയാ, ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടാവണം എന്ന് പറയാറില്ലേ. അപ്പൊ അള്ളാഹു തആല അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. ഇനി വീണ്ടും പറയാണ് ഖാദിറുൻ, കഴിവുള്ളവൻ, ആലിമുൻ, അറിയുന്നവൻ, സമീഉൻ, കേൾക്കുന്നവൻ, മുരീദുൻ, ഉദ്ദേശിക്കുന്നവൻ, ഹയ്യുൻ, ജീവിച്ചിരിക്കുന്നവൻ, ബസീർ, കാണുന്നവൻ, അതുപോലെ മുതകല്ലിമുൻ, സംസാരിക്കുന്നവൻ. ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീല് എന്ന് പറയും. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താകുന്നു. അപ്പൊ നമ്മൾ ഈ 3 പാഠത്തിലായിട്ട് അള്ളാഹുവിന്റെ 20 സിഫത്തുകൾ പറഞ്ഞു. ഒന്നാമത്തെ പാഠത്തിൽ 5 സിഫത്തുകളും, രണ്ടാമത്തെ പാഠത്തിൽ 8 സിഫത്തുകളും, പിന്നെ ഈ പാഠത്തിൽ ബാക്കിയുള്ള സിഫത്തുകളും, അങ്ങനെ 20 സിഫത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിഫത്തുകളാണ്, അതിന്റെ ഒരു പട്ടിക പാഠത്തിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 20 സിഫത്തുകൾ നിർബന്ധമായും അള്ളാഹുവിന് ഉണ്ടാവേണ്ട സിഫത്തുകളാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിഫത്തുകൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളാണ്. അത് നമ്മൾ അടുത്ത പാഠത്തിൽ പറയും. അങ്ങനെ 40 സിഫത്തുകളാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളത്. അതിനു പുറമെ ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആകാം. അത് അള്ളാഹുവിന്റെ ഇഷ്ടം. അതിനാണ് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അള്ളാഹുവിന്റെ 20 സിഫത്തുകൾ അടങ്ങിയിട്ടുള്ളൊരു പാട്ട്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി وقائم غاني وواحد وحي قادر مريد عالم بكل شيء سميع البصير والمتكلم له صفات 7 تنتظم فقدرة إرادة سمع بصر حياة العلم كلام استمر. ഇതിനേക്കാൾ നല്ല ട്യൂണിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുള്ളത്. അത് സ്കാൻ ചെയ്താൽ നല്ല മനോഹരമായിട്ട് ആ പാട്ട് കേൾക്കാൻ കഴിയും. അപ്പൊ ഏതായാലും അതിൽ അള്ളാഹുവിന്റെ 20 സിഫത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയോ അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. അപ്പൊ നമ്മൾ 20 എണ്ണം പറഞ്ഞു, ഇഷ്ടമുള്ള 3 എണ്ണം എഴുതാം. മുസ്തഹീലായ സിഫത്തുകൾ, ഈ പറഞ്ഞ 20 എണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹീലായ സിഫത്തുകൾ. നമ്മളിവിടെ വിപരീതമൊക്കെ പറഞ്ഞല്ലോ, കഴിവില്ലായ്മ, അതുപോലെ കാഴ്ചയില്ലായ്മ, സംസാരമില്ലായ്മ, ഇതൊക്കെ അള്ളാഹു തആലാന്റെ മുസ്തഹീലായ സിഫത്തുകളാണ്. അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് ഇതാ ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താകുന്നു. ഇനി ഇവിടെ വിപരീത പദം എടുത്തെഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വാജിബായ സിഫത്തുകളുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് മുസ്തഹീലായ സിഫത്തുകൾ എഴുതാനാണ്. ബസീർ, ബസീർ എന്ന് പറഞ്ഞ എന്താ? കാണുന്നവനാണ്. അപ്പോ കാണുന്നവൻ, അപ്പൊ കാഴ്ചയില്ലാത്തവൻ എന്നുള്ളതാണ് അതിന്റെ വിപരീതം. ഇനിയോ മുരീദ്, മുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവൻ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉദ്ദേശിക്കാത്തവൻ. പിന്നെയോ ഖാദിറുൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, അപ്പൊ കഴിവില്ലാത്തവൻ. സമീഉൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കേൾവിയില്ലാത്തവൻ. ആലിമുൻ അറിയുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് അറിവില്ലാത്തവൻ. മുതകല്ലിമുൻ സംസാരിക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് സംസാരിക്കാത്തവൻ.
ഹയ്യുൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് ജീവിച്ചിരിക്കാത്തവൻ. ഇനിയോ ഉത്തരം എഴുതാം. സമഅ് എന്ന സിഫത്തുള്ള അല്ലാഹു സമീഅ് ആകുന്നു. സമഅ് എന്ന സിഫത്തുള്ള അല്ലാഹു സമീഅ് ആകുന്നു. സമഅ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾവി. ആ കേൾവി എന്ന സിഫത്തുള്ള അല്ലാഹു സമീഅ് ആകുന്നു. ബസർ എന്ന സിഫത്തുള്ള അല്ലാഹു ഇവിടെ എന്ത് വേണം? ബസീർ ആകുന്നു. അല്ലാഹു ബസീർ അല്ലേ? നമ്മളിവിടെ നേരത്തെ സിഫത്ത് പറഞ്ഞില്ലേ, സമീഅ് ബസീർ. അപ്പൊ ബസർ എന്ന സിഫത്തുള്ള, ബസർ കാഴ്ച, ബസർ എന്ന സിഫത്തുള്ള അല്ലാഹു ബസീർ ആകുന്നു. പിന്നെ ഡാഷ് എന്ന സിഫത്തുള്ള അല്ലാഹു ഖാദിർ ആകുന്നു. അപ്പൊ ഏതാണ്? ഖുദ്റത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഖുദ്റത്ത് എന്നുള്ള ഈ കഴിവ് എന്നുള്ള സിഫത്ത്. അപ്പൊ ഖുദ്റത്ത് എന്ന സിഫത്തുള്ള അല്ലാഹു ഖാദിർ ആകുന്നു. ഇനി അടുത്തത് ഹയാത്ത് എന്ന സിഫത്തുള്ള അല്ലാഹു ഹയ്യ് ആകുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഹയ്യ്, ജീവിച്ചിരിക്കുന്നവൻ. ഇനി അടുത്തത് ഡാഷ് എന്ന സിഫത്തുള്ള അല്ലാഹു മുരീദ് ആകുന്നു. മുരീദ്. അപ്പൊ ഏതാണ്? ഇറാദത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇറാദത്ത്. ഇറാദത്ത് എന്ന സിഫത്തുള്ള അല്ലാഹു മുരീദ് ആകുന്നു. ഈ രൂപത്തിലാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. ഇനി ഏതാണ്? സിഫത്തുകൾക്ക് കളർ നൽകാം. വാജിബ്, വാജിബിന് പച്ച, മുസ്തഹീലിന് ചുവപ്പ്. അപ്പൊ വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകൽ നിർബന്ധമായ സിഫത്താണ് വാജിബ്, അതിനൊക്കെ പച്ച കൊടുക്കണം. മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ, അതിന് ചുവപ്പും കൊടുക്കണം. അപ്പൊ തുടക്കമില്ലാതിരിക്കൽ അത് വാജിബാണ്, അപ്പൊ അതിന് പച്ച കൊടുക്കണം. അന്ത്യമുണ്ടാകൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് അന്ത്യമുണ്ടോ? അപ്പൊ ഇല്ല, അത് മുസ്തഹീലാണ്. സംസാരിക്കുന്നവനാണ്, പച്ച കൊടുക്കണം. സ്വയം നിലനിൽക്കൽ, പച്ച കൊടുക്കണം, വാജിബാണ്. കഴിവില്ലാത്തവനാണോ അള്ളാഹു? അല്ല, അത് മുസ്തഹീലാണ്. ഏകത്വം വാജിബാണ്. കാഴ്ചയുള്ളവൻ വാജിബാണ്. അജ്ഞത, അള്ളാഹുവിനെ സംബന്ധിച്ച് അജ്ഞത, അറിവില്ലാത്തവനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് മുസ്തഹീലാണ്. കേൾവില്ലാത്തവനാണോ? അല്ല, അത് മുസ്തഹീലാണ്. സംസാരം വാജിബാണ്. ഉദ്ദേശിക്കാത്തവനാണോ? അല്ല, അത് മുസ്തഹീലാണ്. ബദിരനാണ് അല്ലാഹു തആല? അല്ല, അത് മുസ്തഹീലാണ്. അറിവുള്ളവനല്ലേ? ആണ്, വാജിബാണ്. അതുപോലെ കഴിവുള്ളവനാണ്, വാജിബാണ്. അപ്പൊ ഇങ്ങനെ വാജിബായ സിഫത്തുകൾക്ക് പച്ചയും അല്ലാത്തതിന് ചുവപ്പുമാണ് കൊടുക്കേണ്ടത്. ഇവിടെ പച്ച ചുവപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും നല്ല രൂപത്തിൽ തന്നെ പഠിക്കണം. അതങ്ങനെ തന്നെ മനഃപ്പാഠമാക്കും. ഇനി അവസാനത്തെ പാഠം അല്ലാഹു മുനസ്സഹുൻ. അല്ലാഹു മുനസ്സഹുൻ. മുനസ്സഹുൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ. അല്ലാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നാം പഠിച്ചു. അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്തഹീൽ എന്ന് പറയും. അവ അല്ലാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു. അവ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വുജൂദ്, അല്ലെ? വുജൂദ്, ഉണ്ടാവൽ നിർബന്ധമായവൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇല്ലാതിരിക്കൽ. അപ്പൊ നേരത്തെ പറഞ്ഞ 20 സിഫത്തുകളുടെ നേരെ ഓപ്പോസിറ്റാണ് മുസ്തഹീലായ സിഫത്തുകൾ. അതാണ് ഇവിടെ കോളമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വാജിബായ സിഫത്തുകളും കൊടുത്തിട്ടുണ്ട്, ഇവിടെ മുസ്തഹീലായ സിഫത്തുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്ന് നോക്കുക. വുജൂദിന്റെ ഓപ്പോസിറ്റ് എന്താ? അദം, ഇല്ലാതിരിക്കൽ. ഖിദം, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹുദൂസ്, പുതുതാവൽ. അല്ലാഹു തആല പുതുതായി ഉണ്ടായതാണോ? അല്ല. ബഖാ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നവൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫനാ, നശിക്കുന്നവൻ. പറയാൻ പറ്റുമോ? ഇല്ല. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ് അല്ലാഹു. അതിന്റെ ഓപ്പോസിറ്റ് മുമാസലത്തും ലിൽ ഹവാദിസ്, സൃഷ്ടികളോട് എന്താ പറയാ? ഒരുപോലെ ആയവനാവുക. അങ്ങനെ പറയാൻ പറ്റും? മുസ്തഹീലാണ്. ഇല്ല. ഖിയാമുൻ ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കുന്നവനാണ്. ഇഹ്തിയാജ്, ആവശ്യക്കാരനാണോ? മറ്റൊരുത്തനെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഓരോന്നും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ മുസ്തഹീലായ സിഫത്തുകൾ. അപ്പൊ വാജിബായ സിഫത്തുകളും പഠിക്കണം, മുസ്തഹീലായ സിഫത്തുകളും നിർബന്ധമായും പഠിക്കണം. അല്ലാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. എന്താണത്? ഫിഅലു കുല്ലു മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അത് അല്ലാഹുവിന്റെ ഇഷ്ടം, അല്ലാഹുവിന്റെ ചോയ്സ് എന്ന് പറഞ്ഞില്ലേ. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ, ഇതിനാണ് അല്ലാഹുവിന്റെ ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ആകെ 41 സിഫത്തുകളാണ് അല്ലാഹുവിന് ഉള്ളത്. ഇനി ഉത്തരം ഏതാ? മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്താ? പറഞ്ഞേ. മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞ എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ചൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുക. ഖുദ്റത്ത് എന്നുള്ളതിന്റെ വിപരീത ഏതാ? ഖുദ്റത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അജ്സ്, കഴിവില്ലായ്മ. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, അതിന്റെ ഓപ്പോസിറ്റ് കഴിവില്ലായ്മ. ഇനി കൗനുഹു മുരീദൻ, കൗനുഹു മുരീദൻ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു കാരിഹൻ, ഒരു ഉദ്ദേശമില്ലാത്തവനാണ് എന്ന് പറയാൻ പറ്റൂല.
അടുത്തത് ബസർ. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അമ്മ, കാഴ്ചയില്ലായ്മ, അന്ധൻ. അത് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി കൗനുഹു മുതകല്ലിമൻ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. കൗനുഹു മുതകല്ലിമൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ, കൗനുഹു മുതകല്ലിമൻ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു അബ്ഖം, സംസാരമില്ലാത്തവൻ. ഇതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി അർത്ഥം എഴുതാം. കൗനുഹു കാരിഹ, കൗനുഹു കാരിഹ, ഉദ്ദേശമില്ലാത്തവനൻ, ഉദ്ദേശമില്ലാത്തവനാവൽ. തഅദ്ദുദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം ഉണ്ടാവുക. തഅദ്ദുദ്, തഅദ്ദുദ് നമ്മൾ പറഞ്ഞല്ലോ, വഹദാനിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് തഅദ്ദുദ്, ഒന്നിലധികം ഉണ്ടാവൽ. ഒന്നിലധികം ഉണ്ടോ? ഇല്ല. കൗനുഹു അസം, കൗനുഹു അസം, അത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു അസം. ഇതാ കൗനുഹു സമീഅൻ, അല്ലാഹു തആല കേൾവിയുള്ളവനല്ലേ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കൗനുഹു അസം, കേൾവിയില്ലാത്തവനാവുക എന്ന് പറയാ. അടുത്തത് ഫിഅലു കുല്ലു മുംകിനിൻ ഔ തർക്കുഹു, ഫിഅലു കുല്ലു മുംകിനിൻ ഔ തർക്കുഹു, അത് നമ്മുടെ ജായിസായ സിഫത്താണ്. എന്താണ് അതിന്റെ അർത്ഥം? ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അപ്പൊ ഈ 4 പാഠങ്ങളിലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അള്ളാഹുവിന്റെ 20 സിഫത്തുകൾ, വാജിബായ സിഫത്തുകളെ കുറിച്ചും 20 മുസ്തഹീലായ സിഫത്തുകളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ജായിസായ സിഫത്തും. അങ്ങനെ ടോട്ടൽ 41 സിഫത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സിഫത്തുകൾ നിർബന്ധമായും പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ തരട്ടെ. പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.